ഇന്ന് ഞായറാഴ്ച രാവിലെ തന്നെ നമ്മൾ എണീറ്റു. കുളിക്കാനൊന്നും നിന്നില്ല. നേരെ പോകുന്നത് ഡി-മാർട്ടിലേക്കാണ്. കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ തിരക്കില്ലാന്ന് അറിയാനായിട്ട് സാധിച്ചു. ഇത് ബാബുസപ്പാളയ എന്ന സ്ഥലത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗണപതി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ചേട്ടൻ്റെ ഫ്ലാറ്റ്. അവരവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെ ഏകദേശം ഇപ്പോൾ 7 മണി 7:30 ആകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ബാംഗ്ലൂരിൽ കാണാനായിട്ട് പറ്റും. ട്രാഫിക് ലെസ്സാണ്. നാളെ തിങ്കളാഴ്ച ഈ സമയത്ത് ഇതിലൂടെ സൈക്കിളിന് കിട്ടുന്ന സ്പീഡ് പോലും നമ്മുടെ കാറിന് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് സാധിച്ചു. ഇതാണ് ഡി-മാർട്ട്. ഇതിൻ്റെ പ്രവൃത്തി സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. പക്ഷേ രാവിലെ വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുഭവപ്പെടില്ല. വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. എന്നാലും ചിലയിടത്തൊക്കെ അവരെന്തോ റിസർവ് പാർക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കി ഓപ്പൺ പ്ലേസിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എൻട്രി ഞങ്ങൾ താഴേന്ന് പോകാനായിട്ടാണ് ശ്രദ്ധിച്ചത്. താഴേന്ന് തന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ലിഫ്റ്റിൽ കയറാനായിട്ട് പറ്റിയില്ല. അതിൽ എൻട്രി ഇല്ല എന്നാണ് അവർ പറയുന്നത്. അത് ചിലപ്പോൾ ഈ രാവിലെ തുറക്കുന്നതുകൊണ്ടുള്ള സെക്യൂരിറ്റി പ്രോബ്ലം ആണോ എന്തോന്നും അറിയില്ല. അങ്ങനെ നേരെ മുകളിലേക്ക് പോയി മെയിൻ എൻട്രൻസ് വഴി തന്നെ നമ്മൾ പോകുന്നു. ഒരു ട്രോളിയുടെ സ്റ്റാൻഡ് തന്നെ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രത്തോളം ഒരു ട്രോളികൾ നിരത്തിയിട്ടിരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ ബോഗി ഇങ്ങനെ കിടക്കുന്ന പോലെ ആയിട്ട് തോന്നുന്നുണ്ട്. കട തുറക്കുന്നേ ഉള്ളൂ. ക്യൂ കണ്ടല്ലോ. 8 മണിക്കാണ് കട ഓപ്പൺ ആകുന്നത്. 8 മണിക്ക് തന്നെ നിങ്ങൾ എത്തുകയും ചെയ്തു. ആ 8 മണിക്ക് എത്തിയപ്പോൾ തന്നെ അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ മനസ്സിലായല്ലോ അത് എത്രത്തോളം ആളുകൾക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറി ഡി-മാർട്ട് എന്നുള്ളത്. കാരണം എല്ലാം MRPയേക്കാൾ വില കുറച്ച് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. ഓരോന്നും നമ്മൾ എടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാത്തിനും അവർ പ്രൈസ് കുറച്ചിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ തേങ്ങയുടെ വില തന്നെ. ഞാനവിടെ പൂജയ്ക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞത് അദ്ദേഹം 60 രൂപയ്ക്കാണ് ഒരു തേങ്ങ വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡി-മാർട്ടിൽ വന്നപ്പോൾ 39 രൂപയ്ക്ക് ഇതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. പിന്നെ ഇത് ഫിംഗർ 100 ഗ്രാം 10 രൂപ. 1 കിലോ 100 രൂപയായിരിക്കാം. കൂടുതലാണോ കുറവാണോ എന്നറിയില്ല. എന്തായാലും അതും നമ്മളെടുത്തു. ഒരു 300 ഗ്രാം എടുക്കുമ്പോഴേക്കും അത് ഫുള്ളായിരുന്നു. അത് ഫുള്ള് 300 ഗ്രാമിന് ഏകദേശം 30 രൂപയായിട്ടുള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് നമുക്കത് വറുത്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രോസറി ഐറ്റംസാണ്. സെക്കൻഡ് ഫ്ലോറിൽ ക്ലോത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ക്ലോത്തൊക്കെ 199. എൻ്റെ ഇതിലുള്ളവർക്കൊക്കെ ക്ലോത്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. 199 ഷർട്ട് കിട്ടുന്നുണ്ട്. 100 റുപ്പീസിന് ഷർട്ട്. പിന്നെ സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ പറ്റിയിട്ടുള്ള ബോക്സ്, വെറൈറ്റി ടൈപ്സ് ഓഫ് ബോക്സ്, ബസ്സിൻ്റെ മോഡൽ, കാറിൻ്റെ മോഡൽ എല്ലാം 199 ആയിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു പ്രൈസായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും കണ്ടുവരുന്നത്. പിന്നെ വെറൈറ്റി ഓഫ് ഐറ്റംസ്. ഒരു ബോക്സ് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് നടരാജിൻ്റെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി പല ടൈപ്പിലുള്ള ടോയ്സും അവിടെ ലഭ്യമാണ്. ടോയ്സിനും വലിയ റേറ്റ് എന്ന് പറയാനായിട്ടില്ല. പല തരത്തിലുള്ള ടോയ്സ് അവിടെ ലഭ്യമാണ്. കൊച്ചു കുട്ടികൾക്കുള്ളത്, വലിയ കുട്ടികൾക്കുള്ളത്, കാറുകൾ, ഗണ്ണ്, പല ടൈപ്പുള്ള ക്ലോത്തുകളും എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടത് കൊണ്ടുവന്നു. എന്തായാലും ഇതിന് വലിയ വിലയുമില്ല. കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാനായിട്ട് പറ്റും. ഒരു ഗ്രൂപ്പ് പ്ലേ ചെയ്യാനായിട്ട് പറ്റിയൊരു ഇതാണ് സ്നേക്ക് ആൻഡ് ലാഡർ. അങ്ങനെ അത് വാങ്ങിക്കാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ 3rd ഫ്ലോറിലാണ് പോയത്. 3rd ഫ്ലോറിലാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് നോക്കാം. അതായത് സ്കൂൾ ബാഗ്, ചെരുപ്പുകൾ, ബാക്കിയുള്ള ഐറ്റംസൊക്കെ 3rd ഫ്ലോറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാത്തിനും ഇവിടെയുണ്ട് കുട്ടികൾക്ക് പറ്റിയിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ബോക്സൊക്കെ ഉണ്ട്. ടിഫിൻ ബോക്സ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ മെയിനായിട്ട് വന്നത് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുട്ടികൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ താഴത്തെ ബോട്ടിലിൻ്റെ അടപ്പങ്ങ് ഇളകിപ്പോയതുകൊണ്ട് നമുക്കത് യൂസ്ഫുൾ അല്ല. അങ്ങനെ വേറെ ഒരെണ്ണം മേടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. അതും നമുക്ക് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 300 എന്നാണ് പറയുന്നത്. ശരിയാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് മേടിച്ചതും 300 ആയിരുന്നു. അവിടെ നമുക്ക് 159 കിട്ടി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവിടെ പോപ്കോൺ വിൽക്കുന്നുണ്ടായിരുന്നു. ഏത് ഫ്ലേവർ എടുത്താലും 30 രൂപയാണ്. അവർ ചോദിക്കുന്നതായിരുന്നു ഫാമിലി പാക്ക് വേണോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫാമിലി പാക്കിന് വെയിറ്റ് കൂടും. ഇതാണ് ഫാമിലി പാക്ക്. ഏകദേശം ഒരുപാടുണ്ട്. 35 രൂപയാണ് ആ ഫാമിലി പാക്കിന് അവർ ചാർജ് ചെയ്തത്. ഇതേ സാധനം നമ്മുടെ തിയേറ്ററിലും മറ്റുമൊക്കെ കിട്ടും. അതിന് ഏകദേശം 150 ആയിട്ട് വരും.
പിന്നെ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് നമുക്കിത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ട്രോളി വണ്ടി നേരെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വേണം ട്രോളിയിൽ നിന്ന് നമ്മൾ വണ്ടിയിലേക്ക് സാധനം ലോഡ് ചെയ്യാനായിട്ട്. അങ്ങനെ സാധനമൊക്കെ ലോഡ് ചെയ്തു. ഞങ്ങൾ നേരെ ഫ്ലാറ്റിലെത്തി. അവിടെ നിന്ന് നേരെ അൺലോഡ് ചെയ്തു. എന്നിട്ട് നമുക്കുള്ള സാധനവും ചേട്ടനുള്ള സാധനവും ഒക്കെ തരം തിരിച്ച് വെച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ആ കുപ്പിയും വേറൊരു കാര്യം കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേട്ടനോടൊപ്പം പോയത്. എൻ്റെ കൂടെ ഈ രണ്ടമ്മമാരും കൂടെ വന്നപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മെനുവും ലിസ്റ്റും മാറി. ഇത്രത്തോളം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിച്ചു. ഓക്കേ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.